നമസ്കാരം. ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ശക്തമാക്കിയതായിട്ടാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ അവകാശപ്പെടുന്നത്. യുദ്ധവിമാനങ്ങൾ ഇസ്രായേലിനെ ലക്ഷ്യമിടുന്ന മിസൈൽ തൊടുത്തുവിടുന്ന ലെബനനിലെ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നതായിട്ടാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ അവകാശപ്പെടുന്നതായിട്ടാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സ്വയം പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ടാണ് ആക്രമണമെന്നാണ് ഇസ്രായേൽ സൈന്യം വിശദമാക്കുന്നത്. ആക്രമിക്കുന്നത് ഭീകരവാദ കേന്ദ്രങ്ങളെന്നാണ് ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി വിശദമാക്കുന്നത്. ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലുള്ള ലെബനൻ സ്വദേശികളോട് ഒഴിഞ്ഞു പോകാനായിട്ട് മുന്നറിയിപ്പ് നൽകിയതായിട്ടും ഇസ്രായേൽ സൈന്യം വിശദമാക്കുന്നു. വടക്കൻ ഇസ്രായേലിൽ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണം നടന്നതിന്റെ പിന്നാലെയാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ മറുപടി ആക്രമണം. ലെബനനിൽ നിന്ന് 40-ലധികം റോക്കറ്റുകൾ വിക്ഷേപിച്ചെന്നും ഇവ കെട്ടിടങ്ങൾ തകർത്തെന്നും ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടിരുന്നു. ഹിസ്ബുള്ള ഈ ആക്രമണം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. നേരത്തെ സായുധ സംഘമായിട്ടുള്ള ഹിസ്ബുള്ളയുടെ കമാൻഡർ കുവാദ് ഷുക്കറിനെ ഇസ്രായേൽ വധിച്ചിരുന്നു. ഇതിലുള്ള ഒരു പ്രത്യാക്രമണമാണ് കഴിഞ്ഞ ദിവസം നടന്നതെന്നാണ് ഹിസ്ബുള്ള വക്താക്കളുടെ പ്രതികരണമെന്നും അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വടക്കൻ ഇസ്രായേലിൽ റോക്കറ്റുകൾ എത്തുന്നതായിട്ടുള്ള മുന്നറിയിപ്പ് സൈറനുകൾ ഞായറാഴ്ച മുഴങ്ങിയിരുന്നു. ആക്രമണത്തിൽ ആളപായമുള്ളതായിട്ട് റിപ്പോർട്ടുകളില്ല. ഇസ്രായേലിലേക്ക് 150-ലേറെ റോക്കറ്റുകളാണ് ലെബനിൽ നിന്നും അയച്ചതെന്നാണ് ഇസ്രായേൽ സൈന്യം വിശദമാക്കുന്നത്. 11 ഇസ്രായേൽ സൈനിക ആസ്ഥാനങ്ങൾക്കും ബാരക്കുകൾക്കുമെതിരെ 320 കട്ടൂഷ റോക്കറ്റുകൾ അയച്ചതെന്നാണ് ഹിസ്ബുള്ള അവകാശപ്പെടുന്നത്. എന്നാൽ ഗാസയുടെ അതിർത്തിയിൽ നിന്ന് പിന്മാറണമെന്ന് ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്ക. അതേസമയം പുതിയ വെടിനിർത്തൽ കരാറിന്റെ അടിസ്ഥാനത്തിൽ ഈ പിന്മാറ്റം അനിവാര്യമെന്നാണ് ജോ ബൈഡൻ വിശദമാക്കിയിരിക്കുന്നത്. ഈ ആവശ്യം ഇസ്രായേൽ അംഗീകരിച്ചേക്കുമെന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ ബുധനാഴ്ച അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനോടാണ് ഇക്കാര്യം വിശദമാക്കിയത്. ഹമാസുമായി ധാരണയിലെത്തുന്നതിനുള്ള പ്രതിബന്ധങ്ങളെ നീക്കുന്നതിനെക്കുറിച്ചാണ് വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് കൂടി പങ്കെടുത്ത ഈ സംസാരത്തിൽ ജോ ബൈഡൻ വ്യക്തമാക്കിയതെന്നാണ് വൈറ്റ് ഹൗസ് വിശദമാക്കിയിരിക്കുന്നത്. അതേസമയം ഇസ്രായേലിനെ പ്രതിരോധിക്കാനുള്ള സന്നദ്ധത വ്യക്തമാക്കിയാണ് ഇക്കാര്യം ജോ ബൈഡൻ വിശദമാക്കിയതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഹമാസ് അനുകൂല ആക്രമണങ്ങളിൽ ഇസ്രായേലിനെ അമേരിക്ക പ്രതിരോധിക്കുമെന്നും വൈറ്റ് ഹൗസ് വിശദമാക്കി. എന്നാൽ മധ്യേഷ്യയിലേക്കുള്ള അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ സന്ദർശനം അവസാനിച്ചതിന് പിന്നാലെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയോട് ബൈഡൻ വെടിനിർത്തലിന്റെ ആവശ്യകത വിശദമാക്കിയത്. അതേസമയം തിങ്കളാഴ്ച അമേരിക്ക മുന്നോട്ട് വെച്ച വെടിനിർത്തൽ ധാരണയ്ക്ക് ഇസ്രായേൽ സമ്മതം അറിയിച്ചതായിട്ടും ആന്റണി ബ്ലിങ്കൻ വിശദമാക്കിയിരുന്നു. നെതന്യാഹുവുമായി ജെറുസലേമിൽ നടന്ന ചർച്ചകൾക്ക് ഒടുവിലായിരുന്നു ഇത്. എന്നാൽ ഇതോടൊപ്പം തന്നെ ഫിലാഡൽഫിയ ഇടനാഴിയിൽ നിന്ന് ഇസ്രായേൽ സൈനികരെ പിൻവലിക്കാൻ US നിർദ്ദേശ വ്യവസ്ഥ ചെയ്തിട്ടുണ്ടോ എന്ന് ബ്ലിങ്കൻ അന്തർദേശീയ മാധ്യമങ്ങളോട് സ്ഥിരീകരിച്ചിട്ടില്ല. US, ഇസ്രായേൽ, ഈജിപ്റ്റ്, ഖത്തർ മധ്യസ്ഥതയിൽ വെടിനിർത്തൽ ചർച്ചകളുടെ അടുത്ത റൗണ്ട് കെയ്റോയിൽ നടക്കാനിരിക്കെയാണ് നിലവിലത്തെ വൈറ്റ് ഹൗസിന്റെ പ്രതികരണം. അതേസമയം നേരത്തെ ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കാനും ബന്ദികളെ വിട്ടയക്കാനുമുള്ള ഏറ്റവും മികച്ചതും മിക്കവാറും അവസാനത്തേതുമായിട്ടുള്ള ഒരു അവസരമാണ് ഇപ്പോൾ നിലവിലുള്ളതെന്ന് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പ്രതികരിച്ചിരുന്നു. അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യം വിശദമാക്കിയത്. എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.